ഹായ് എവരിവൺ, AKR ബേസ്ഡ് ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 LDC എക്സാമിൻ്റെ ഭാഗമായിട്ട് കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഭാരതപ്പുഴയെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ, നീളം 209 കിലോമീറ്റർ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ, നീളം 209 കിലോമീറ്റർ. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന്. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴയെ വിശേഷിപ്പിക്കുന്നത് ശോകനാശിനിപ്പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴയെ വിശേഷിപ്പിക്കുന്നത് ശോകനാശിനിപ്പുഴ. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനിപ്പുഴ എന്ന പേര് നൽകിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനിപ്പുഴ എന്ന പേര് നൽകിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നിള എന്ന് വിളിക്കപ്പെടുന്ന നദി ഭാരതപ്പുഴ. നിള എന്ന് വിളിക്കപ്പെടുന്ന നദി ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് പേരാർ എന്ന് അറിയപ്പെട്ടിരുന്നത് ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് പേരാർ എന്ന് അറിയപ്പെട്ടിരുന്നത് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. ഗായത്രിപ്പുഴയുടെ ഉപനദികൾ മംഗലം, അയലൂർ, വണ്ടാഴി, മീങ്കര, ചുള്ളിയാർ. കണ്ണാടിപ്പുഴയുടെ ഉപനദികൾ പാലാർ, ആളിയാർ. കൽപ്പാത്തിപ്പുഴയുടെ ഉപനദികൾ കൊറയാർ, വരട്ടാർ, വാളയാർ, മലമ്പുഴ. തൂതപ്പുഴയുടെ പ്രധാന ഉപനദികൾ കുന്തിപ്പുഴ, കാഞ്ഞിരപ്പുഴ, അമ്പൻകടവ് പുഴ, തുപ്പനാട്ട് പുഴ. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലി. തൂതപ്പുഴയുടെ സ്ഥാനം സൈലന്റ് വാലി. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം തൃശ്ശൂരിലെ മായന്നൂരിൽ വെച്ച്. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം തൃശ്ശൂരിലെ മായന്നൂരിൽ വെച്ച്. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദി കണ്ണാടിപ്പുഴ. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദി കണ്ണാടിപ്പുഴ. കണ്ണാടിപ്പുഴയുടെ മറ്റൊരു പേര് ചിറ്റൂർ പുഴ. കണ്ണാടിപ്പുഴയുടെ മറ്റൊരു പേര് ചിറ്റൂർ പുഴ. മാമാങ്കം നടത്തിയിരുന്ന നദീതീരം ഭാരതപ്പുഴ. മാമാങ്കം നടത്തിയിരുന്ന നദീതീരം ഭാരതപ്പുഴ. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിൽ. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിൽ. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം പൊന്നാനി. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം പൊന്നാനി. ഭാരതപ്പുഴയുടെ അഴിമുഖത്തായി സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴയുടെ അഴിമുഖത്തായി സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം പൊന്നാനി തുറമുഖം. നിളയുടെ കഥാകാരൻ എന്ന് വിളിക്കപ്പെടുന്നത് MT വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എന്ന് വിളിക്കപ്പെടുന്നത് MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്ന് വിളിക്കപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി എന്ന് വിളിക്കപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. മിനി പമ്പ കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴ. മിനി പമ്പ കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴ. കേരളത്തിൽ എവിടെ വെച്ചാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്തത്? തിരുനാവായ. കേരളത്തിൽ എവിടെ വെച്ചാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്തത്? തിരുനാവായ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മദേശം തിരുനാവായ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മദേശം തിരുനാവായ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച പ്രസിദ്ധമായ കൃതി നാരായണീയം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച പ്രസിദ്ധമായ കൃതി നാരായണീയം. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴ. ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴ. ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴ. നമ്മൾ ഡിസ്കസ് ചെയ്തത്
ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കാണ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.